വർദ്ധിപ്പിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. രക്ഷാസിന്റെ നിലയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ രക്ഷയ്ക്കായി പോരാടുന്നതിൽ പരിപൂർണമായും തുടർച്ചയായും സ്വയത്യാഗത്തെ അന്യോന്യം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ സ്വാധീനതയെല്ലാം ഉപയോഗിച്ചു കൊള്ളുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനത്തെ ഒരു രക്ഷാസൈന്യ വീരന്റെ താമസ സ്ഥലം പോലെ എല്ലായ്പ്പോഴും പരിഗണിച്ച് അതിൻ പ്രകാരം ക്രമപ്പെടുത്തിക്കൊള്ളാമെന്നും ഞങ്ങളുടെ സ്വാധീനതയിലും അധികാരത്തിലും അതിൽ പാർക്കുന്നവർ സൈന്യത്തിന് വിശ്വസ്തരം കൊള്ളാവുന്ന ശുശ്രൂഷക്കാർ ആകേണ്ടതിന് വേണ്ട പരിശീലനം നൽകുമെന്നും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. വിശുദ്ധ ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ വീരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ യോജിച്ചോ വെവ്വേറെയോ ഞങ്ങളാൽ കഴിയുന്നിടത്തോളം പ്രയത്നിക്കുമെന്നും സൈന്യത്തിന്റെ നന്മയ്ക്ക് ബാധകവും ഹാനികരവുമായിട്ടുള്ളവ ഒരിക്കലും സംഭവിക്കാതെ അവയെ തടഞ്ഞു നിർത്തുന്നതിന് ഞങ്ങളുടെ ശക്തിക്ക് ഒത്തവണ്ണം പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ വാഗ്ദത്തം ചെയ്യുന്നു. അടുത്ത ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞങ്ങളിൽ ആരെങ്കിലും ദീനത്താലോ മരണത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ കാര്യശേഷിയുള്ള വീരരാകാതെ പോയാൽ ശേഷിച്ചിരിക്കുന്ന ആൾ സ്ത്രീയോ പുരുഷനോ അവൻ്റെയോ അവളുടെയോ ശേഷിക്കനുസരണമായി ഈ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് പോകുമെന്ന് വാഗ്ദത്തം ചെയ്യും. ഈ കരാറിൻ പ്രകാരം വിവാഹത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു സ്റ്റെപ്പ് മുൻപോട്ട് നിൽക്കാം, ഒരടി മുൻപോട്ട്, വൺ സ്റ്റെപ്പ് റൈറ്റ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നാം ഇവിടെ ഇപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ഈ പുരുഷനെയും ഈ സ്ത്രീയെയും വിശുദ്ധ വിവാഹ ബന്ധത്തെ യോജിപ്പിക്കുന്നതിനും കൂടി വന്നിരിക്കുക. ഈ വിവാഹ ബന്ധം യേശുക്രിസ്തു ആശീർവദിക്കത്തക്കതും മനുഷ്യരുടെ ഇടയിൽ ആദരിക്കത്തക്കതുമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടും കൂടെ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങൾ ഇരുവരോടും ഉപദേശിക്കുന്നത് ഈ പുതിയതും വിശുദ്ധവുമായ ബന്ധത്തിൽ ബഹുമാനത്തോടും ചിന്തയോടും നിർമ്മലമായ ഉദ്ദേശത്തോടും ദൈവഭയത്തോടും വിവാഹ അവസ്ഥയുടെ ഉദ്ദേശം ശരിയായി ഗ്രഹിച്ചുകൊണ്ട് ഈ ബന്ധത്തിൽ പ്രവേശിക്കുന്നതിന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഞാൻ നിങ്ങൾ ഇരുവരോടും ആവശ്യപ്പെടുന്നതും ആജ്ഞാപിക്കുന്നതും ഈ കരാറിൻ പ്രകാരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം സകല ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന് മുൻപാകെ തൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ മറുപടി പറയേണ്ടതാകിയാൽ നിങ്ങൾ വിവാഹത്തിൽ ചേരാതിരിക്കത്തക്കവണ്ണം ന്യായമായ ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രസ്താവിക്കണം. ഉണ്ടോ? കേട്ടോ? ആദ്യം ഉണ്ടോ? അമ്മക്കുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ന്യായമായ തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പൊ വിവാഹ ശുശ്രൂഷ നടത്താം, അല്ലേ? റൈറ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നത് ഇവര് കേട്ടില്ലെങ്കിൽ സംസാരിക്കല്ലേ. ലിജോ എന്ന പേരുള്ള ഞാൻ ലിജി എന്ന പേരുള്ള ഈ ആളുമായി വിവാഹാവസ്ഥയിൽ ചേർക്കപ്പെടുവാൻ പാടില്ലാത്ത ന്യായമായ യാതൊരു തടസ്സവും അറിയുന്നില്ല എന്ന് ഭയഭക്തിയോടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. ലിജി എന്ന പേരുള്ള ഞാൻ ലിജോ എന്ന പേരുള്ള ഈ ആളുമായി വിവാഹ ബന്ധത്തിൽ ചേർക്കപ്പെടുവാൻ പാടില്ലാത്ത ന്യായമായ യാതൊരു തടസ്സവും അറിയുന്നില്ല എന്ന് ഭയഭക്തിയോടെ പ്രസ്താവിച്ചുകൊള്ളും. ഞാൻ മോനോടുകൂടെ ചോദിക്കട്ടെ, ദൈവ നിയമത്തിൽ വിശുദ്ധ വിവാഹാവസ്ഥയിൽ ഒരുമിച്ച് വാഴുവാൻ ഈ സ്ത്രീയെ നിന്റെ വിവാഹ ഭാര്യയായി കൈക്കൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഇവിടെ സ്നേഹിച്ച് ബഹുമാനിച്ച് പരിപാലിക്കുകയും സർവവും ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമല്ല നിന്നെ അവൾക്കായി ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതേ ഞാൻ വാഗ്ദാനം ചെയ്യും. ദൈവത്തിന്റെ നിയമത്തിൽ ഈ വിശുദ്ധ വിവാഹാവസ്ഥയിൽ ഒരുമിച്ച് വാഴുവാൻ ഈ പുരുഷനെ നിന്റെ വിവാഹ ഭർത്താവായി കൈക്കൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഇവനെ ആശ്വസിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ഇവനെ എല്ലായ്പ്പോഴും സ്നേഹിച്ച് ബഹുമാനിക്കുകയും സർവ്വവും ത്യജിച്ചുകൊണ്ട് നിങ്ങൾ ഇരുവരും ജീവനോടിരിക്കുന്ന കാലമെല്ലാം നിന്നെ അവനായി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതേ ഞാൻ വാഗ്ദാനം ചെയ്യും. രണ്ടുപേരും പരസ്പരം